ഒരു വണ്ടി അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വരെ അപ്ഡേഷന് വേണ്ടി ടൈം എടുക്കുന്നുണ്ടായിരുന്നു. ഫുൾ പൈസ കൊടുത്തിട്ട് എനിക്കൊരു 1 വീക്കിന് ഒരു 2 വീക്സിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിൽ നമ്മൾ യൂട്യൂബ് എടുത്തൊരു ക്ലിക്ക് ചെയ്ത് 4 പ്രാവശ്യം എടുക്കും ചിലപ്പോൾ വരാനായിട്ട്. ഇപ്പോൾ 50 റേഞ്ച് കാണിച്ചു. നമ്മൾ കുറച്ച് നേരം ഐഡിയലായിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ എല്ലാവരും പറയും EV ചാർജ് കുറയില്ലാന്ന്. പക്ഷേ ഇതിൽ നന്നായിട്ട് കുറയും. സർവീസ് കോസ്റ്റ് പറയാലോ, ഫോർച്യൂണറിന് 14,000 15,000 വരുന്നത്, ഈ വണ്ടിക്ക് 7,000 8,000 വരുള്ളൂ. മഹീന്ദ്ര XEV യുടെ യൂസർ റിവ്യൂ എടുക്കാമെന്ന് കരുതി ഞങ്ങൾ ചെന്നെത്തിയത് ഒരു സിംഹത്തിൻ്റെ മടയിലാണ്. അതെ ഗൈസ്, ഞാൻ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് ഓഫ് റോഡിംഗ് രംഗത്തെ ഒരു സിംഹക്കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഒന്നും കൊണ്ടല്ല, ഓൾമോസ്റ്റ് 175ഓളം കപ്പുകൾ ഞങ്ങൾ ചെന്നപ്പോൾ അലമാരിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഓഫ് റോഡിങ്ങിലൂടെ തന്നെ ഓൾമോസ്റ്റ് കിട്ടിയേക്കുന്നതാണ്. ഒരു ഏകദേശം 10 വർഷത്തോളമായിട്ട് ഓഫ് റോഡിംഗ് രംഗത്ത് നിൽക്കുന്ന നിഖിൽ വർഗീസ് ബ്രോയാണ്. അപ്പോൾ XEV നെയിനിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാം, ഇപ്പോഴത്തെ ഹോട്ട് ന്യൂസ് നമ്മുടെ XEV നെയിനി തന്നെയാണ്. ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. പാക്ക് 3 ആണ് വണ്ടി, അതായത് 79 കിലോവാട്ട് ബാറ്ററി പാക്കേജുള്ള 380 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. പാരലൽ പാർക്കിങ്, അതേപോലെ വെന്റിലേറ്റഡ് സീറ്റ്സ്, 360 പനാരാമിക് സൺറൂഫ്, ഈവൻ എന്ന് വേണ്ട ഇതിനകത്തില്ലാത്ത ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഈവൻ 12.3 ഇഞ്ചിൻ്റെ ഒരു ട്രിപ്പിൾ ഡിസ്പ്ലേ, ഹാർമൻ കാർഡിൻ്റെ 16 സ്പീക്കർ, ഒരു ഡോൾബി അറ്റ്മോസ് സറൗണ്ട് സിസ്റ്റം, വല്ലാത്തൊരു സെറ്റപ്പൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. വണ്ടിയെ കയറി കഴിഞ്ഞാൽ തന്നെ ഈവൻ ഇതിനകത്ത് എനിക്ക് ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാൻ തോന്നിയ ഒരു കാര്യം കൂടെയുണ്ട്. നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുന്നത് 6090 എന്നുള്ള ബേസിക്കലി ഇതൊരു ഇംഗ്ലോ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വണ്ടിയാണ്. അതേപോലെ തന്നെ BYDയുടെ ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പം ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. എനിവേ ഇതിൻ്റെ ഏറ്റവും ലുക്ക് വൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനെ തന്നെയാണ്. ഇതിൻ്റെ ലുക്ക് വൈസ് ഒരു നാച്ചുറൽ ലുക്കാണ് എനിക്ക് ഇതിനകത്ത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. എല്ലാവരും BE6നെ ഒരു സ്പോർട്ടി ലുക്കാണെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് സൈബർ ട്രക്ക് ആ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ശരിക്കും ഒരു 700 ഒരു ക്രോസ് വേരിയേഷൻ വേണമെങ്കിൽ എന്നൊക്കെ വിശേഷിപ്പിക്കാം. എനിവേ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും സ്പെക്സും കാര്യങ്ങളെല്ലാം പല റിവ്യൂസിലും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനിവിടെ ഘോരം അതിനെക്കുറിച്ച് പറയുന്നതിൽ വലിയ ഫാക്റ്റില്ല എന്നറിയാം, വെറുതെ വെറുപ്പിക്കലാവും. അതുകൊണ്ട് അധികം പറഞ്ഞ് വെറുപ്പിക്കാതെ തന്നെ നമ്മുടെ ഗസ്റ്റിനെ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ XEV നെയിനിയുടെ വിശേഷങ്ങൾ പറയാൻ വന്നേക്കുന്ന ഗസ്റ്റ് നിഖിൽ ബ്രോ ആണ്. നിഖിൽ ബ്രോയ്ക്ക് ഞാൻ ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ തന്നു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നിഖിൽ ബ്രോയുടെ വീട്ടിലോട്ട് ചെന്നപ്പോൾ ആണെങ്കിൽ ഞെട്ടിപ്പോയി കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അലമാരികൾ നിറച്ചും പ്രൈസാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാളൊക്കെ വലിയൊരു വണ്ടി ഭ്രാന്തൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓഫ് റോഡറാണ്, ഒഫീഷ്യലി ഓഫ് റോഡറാണ്. എന്നെ അധികം പറഞ്ഞ് വെറുപ്പിക്കുക. എന്നെ നമുക്ക് നിഖിൽ ബ്രോയുടെ എല്ലാ വിശേഷങ്ങളും ചോദിച്ചു മനസ്സിലാക്കാം. ബ്രോ, നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ബ്രോ, അപ്പോൾ നമ്മൾ എത്ര വർഷമായിട്ട് ഈ ഓഫ് റോഡിംഗ് രംഗത്തുണ്ട്? ഓഫ് റോഡിംഗ് രംഗത്ത് എന്ന് പറയുകയാണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് 8 കൊല്ലത്തിന്റെ അടുത്ത് ഇപ്പോൾ ആയിട്ടുണ്ടല്ലേ? അതായത് റേസ് ഇറങ്ങി തുടങ്ങിയിട്ട് ഇപ്പൊ 6-7 കൊല്ലം ആയിട്ടുണ്ട്. ഓക്കെ, അതിനു മുമ്പ് തന്നെ ഇതിന്റെ ഫീൽഡിലോട്ടല്ലേ? ശരിക്കും ഓഫ് റോഡിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടു? ഓഫ് റോഡ് എന്റെ സൈസ് കൊണ്ട് അറിയാലോ, നമുക്കൊരു ചെറിയ വണ്ടികളൊന്നും നമുക്ക് പറ്റൂല, കാറുകളൊന്നും പറ്റൂല. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ജീപ്പുകളോടാണ് ഇഷ്ടം. പിന്നെ അങ്ങനെ ഒരു ചെറിയൊരു സാധാ ജീപ്പ് എടുത്തു. അതിനുശേഷം താറ് 2015 താറ് ഇറങ്ങിയല്ലോ. താറിൽ നിന്നാണ് തുടങ്ങാം. 8 കൊല്ലം 10 കൊല്ലായി. 10 കൊല്ലം കഴിഞ്ഞു. കാരണം 2015 താറ് എടുക്കണത്. ഇതിപ്പോ 2025.
അപ്പോൾ 15-ൽ എടുത്ത് ഒരു 4-ാം ദിവസം തന്നെ റേസിന് പോയി. ഓ അങ്ങനെ അതിലൊരു 4th പ്രൈസ് ആദ്യമായിട്ട് കിട്ടി ഫസ്റ്റ്. ഭയങ്കര കോൺഫിഡൻസ് അല്ലേ? അതെ, അതിൽ നിന്ന് ആണ് പ്രാന്ത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എത്തി. ഇപ്പോ നിലവിലിപ്പോ 150 പ്ലസോളം അല്ലേ ടോട്ടൽ? 150-175 റേഞ്ച് ഉണ്ടാവും. 175 പ്രൈസോളം ഉണ്ടല്ലേ? ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ മേഖലയിലുള്ളവരുടെ എല്ലാ ഒരു ഏകദേശം നമുക്ക് പറയാം എല്ലാവരും ഒരു കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ കുറച്ച്. നമുക്ക് പിന്നെ എനിക്കൊരു പാർട്ട്ണർ ഉണ്ട്, അവന് ഞാനും കൂടിയാണ് ഇപ്പൊ എല്ലാം ചെയ്യുന്നത്. അവനും എന്നെക്കാളും കൂടുതലുണ്ട്. അവൻ എന്നെക്കാളും ഒരു കൊല്ലം മുമ്പ് ഇറങ്ങിയതാണ്. അതുലിന്റെ പേര്, അതുൽ കോതമംഗലത്താണ് സ്ഥലം. പിന്നെ കുറെ മുകിലന്മാർ ഇതിന്റെ അകത്ത് വേറെ ഉണ്ട്, കുറച്ച് പേരുണ്ട്. പാർട്ടാണല്ലേ ആണെങ്കിൽ പറയാം. ഇത് ശരിക്കും പ്രൊഫഷൻ ആണോ പാഷൻ ആണോ? ഇത് പ്രൊഫഷനായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റുക, കാശ് പോലല്ലേ ഉള്ളൂ. കാശ് പോലുള്ള വരവൊന്നും ഇല്ലാന്നല്ലേ? പ്രൈസ് മണി കിട്ടുമെങ്കിലും അതൊന്നും ഒരു നമുക്ക് ട്രോഫി തന്നെ വലുത്. ട്രോഫി പഠിച്ചിട്ടൊന്നും നേടിയിട്ടില്ല ഇതിലേട്ടോ. പിന്നെ വലിയ ട്രോഫി ഇങ്ങനെ കിട്ടണമല്ലോ. പഠിച്ചു കിട്ടാത്ത ട്രോഫികൾ ഇപ്പൊ കുമ്മാരമായിക്കൊണ്ട് വീട് ഷെൽഫ് നിറച്ചു വെച്ചേക്കാണ്. ഓഫ് റോഡിംഗ് രംഗത്തെ ഇറങ്ങി ചെല്ലണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസ് ഉള്ള ഒരു ഗെയിമാണോ അതോ ഈസി ആയിട്ട് അച്ചീവബിൾ ആണോ? അത് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ഒന്നുമില്ല, വലിയ വണ്ടി വാങ്ങുന്ന എക്സ്പെൻസ് ഉണ്ടാവുള്ളൂ ഒന്ന് പഠിക്കണ വരെ. പിന്നെ ഇപ്പോഴത്തെ ഓഫ് റോഡിംഗ് റേസുകളെല്ലാം അത്രയും നല്ലോണം എക്സ്പെൻസീവ് ആണ്. എക്യുപ്ഡ് അല്ലേ? ഇപ്പോ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വന്നേക്കുന്നത് റിയർ സ്റ്റിയറിംഗ് ആണ്, ബാക്കിൽ സ്റ്റിയറിംഗ്. അതിന് ഇപ്പൊ എനിക്ക് അത് ചെയ്യാൻ വേണ്ടി മാത്രം 2.5 ലക്ഷം രൂപ എടുത്ത് വരും. അതിന്റെ ആക്സിലും അതേപോലെ കാര്യങ്ങളെല്ലാം കൂടി കൂടിയിട്ട് നല്ല ആക്സിലൊക്കെ ഇട്ട് ചെയ്യാൻ 2.5 ലക്ഷം രൂപ വരും. അത് സിംഗിൾ ഡ്രൈവർ തന്നെയാണോ? കോ ഡ്രൈവർ ഉണ്ട്. ഞാനും എന്റെ പാർട്ട്ണറും ഉണ്ട്. അവൻ ഓടിക്കുമ്പോൾ ഞാനിരിക്കും, ഞാൻ ഓടിക്കുമ്പോൾ അവനിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുള്ളതുകൊണ്ട് ചെലവും കുറച്ച് കുറവ്. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം എന്താ പറയാ, നല്ലൊരു പൈസ നമ്മുടെ ഇതിന്റെ ഇൻകത്തിന് നല്ലൊരു പൈസ ഇതിനു വേണ്ടി പോകും. ശരിക്കും ഞാൻ ബ്രോയുടെ വീട്ടിൽ വന്നപ്പോൾ അവിടെ ആ ഹാളിൽ കണ്ട ആ ജീപ്പ് അതിനൊത്രയും പ്രത്യേകതകളുള്ള ജീപ്പാണെന്ന് തോന്നുന്നില്ല. അതിന്റെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അതിൽ നിന്നാണ് ഞാനും അവനും കൂടി സ്റ്റാർട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ ഞാൻ അവനും പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയത് അങ്ങനെയാണ്. അത് വെച്ചിട്ടാണ് ഓഫ് റോഡിംഗ് സ്റ്റാർട്ട് ജീപ്പിലാണ്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങിയത് ആ വണ്ടി വെച്ചിട്ടാണ്. ആ വണ്ടി തന്നെ പല മോഡലായിട്ട് പണിതും ഇപ്പൊ ഏറ്റവും അപ്ഡേഷന് വേണ്ടിയിട്ട് റീസ്റ്ററിംഗ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു കുറച്ച് നാള് റെസ്റ്റ് ആണ്. അതെ, ഇനിയിപ്പോ അതുകൊണ്ട് ഒരു ജിപ്സി ഉണ്ട്, പിന്നെ ഒരു താറുണ്ടായിരുന്നു. താറിപ്പോ ഞാൻ റീസെന്റ് കൊടുത്തു. അത് വെറുതെ വീട്ടിൽ കിടന്ന് നഷ്ടമാണ്, അതുകൊണ്ട് കൊടുത്തു. അതിൽ നിന്നാണ് തുടങ്ങി എന്ന് പറഞ്ഞ താറ് ഒരു 3 മാസം മുമ്പ് കൊടുത്തിട്ടുള്ളൂ വണ്ടി. ശരിക്കും അത് ഏത് മോഡൽ ജീപ്പാണ്? അത് 2015 താറ് മീൻസ് അതല്ല, ഞാൻ നമ്മുടെ ഒരു ഇത് അത് 84 മോഡല് അത് വണ്ടി മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ബാക്കി ഇതിന് വേണ്ടിട്ട് കാര്യങ്ങൾ ചെയ്തോളൂ. റോഡിൽ ഓടിക്കാൻ പറ്റില്ല, നമ്മൾ റോഡിൽ ഓടിക്കുന്ന പരിപാടി ഒന്നുമില്ല, എല്ലാം ട്രക്കിൽ തന്നെ. മോട്ടോർ ഷോയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ഷോക്ക് കൊണ്ടുപോകൽ ഇപ്പൊ കുറവാണ്. ഇപ്പൊ റേസ് തന്നെ, റേസ് ഓടിക്കണമെങ്കിൽ ട്രക്ക് തന്നെ വേണം. ട്രക്കില് കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മുടെ ലോറികളിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഫ്ലാറ്റ് ബെഡ് കൊണ്ടുപോകും. അതെന്താണ് നെക്സ്റ്റ് പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ടയർ വാങ്ങണമെങ്കിൽ 25,000 രൂപ ഒരു ടയറിന്. പിന്നെ ഒരു ആക്സിൽ വാങ്ങണമെങ്കിൽ ഒരു 60,000 തൊട്ട് മുകളിലേക്കാണ്. പിന്നെ അതുപോലെ കോസ്റ്റ്ലി ആണ് ഈ ടയർ. നമുക്ക് ഒരു ടയർ മേടിച്ചു, ഇപ്പൊ നമ്മൾ പുതിയ ഒരു റേസിന് പോവാണ്, ആ ടയർ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അതോ ഡാമേജ് ആവാനുള്ള സാധ്യത? അതായത് ഡാമേജ് ആവാം. അതിപ്പോ ഏതൊരു വണ്ടി ടയറും ഡാമേജ് ആവില്ല, ഇതും പോണ വഴിക്ക് പൊട്ടാലോ. അത് ഒരു 10-20 റേസ് ഒക്കെ ഓടിക്കാം. 10 റേസ് ഒക്കെ ഓടിക്കാം, അങ്ങനെ കൊണ്ടുനടക്കാം അല്ലേ? പിന്നെ അത് ത്രെഡ് കുറയും തോറും നമ്മളത് മാറ്റണം. ഗ്രിപ്പിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? റീസെന്റ് ട്രൈ ചെയ്തിട്ടുണ്ടാവല്ലോ മത്സരങ്ങൾ? പിന്നെ അത് ഞാനിപ്പോ വണ്ടി പണിയായതുകൊണ്ട് 4 മാസമായിട്ട് ഇപ്പൊ കുറവാണ്. നമ്മുടെ എൻഡേവർ വെച്ചിട്ടും പിന്നെ ജീപ്പ് വെച്ചിട്ടായിരുന്നുള്ള പരിപാടികളുള്ളൂ. സിവി ക്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി ഇപ്പൊ പണി കഴിയാറായിട്ടുണ്ട്. അത് ഇറങ്ങണം, അടുത്തതിനോട് ഇറങ്ങും, എല്ലാം റെഗുലർ ആയിട്ടുണ്ട്. അവനാണ് നമ്മുടെ മെയിൻ പടക്കം. ബാക്കി ഇപ്പം വേറെ യൂസ് ചെയ്യുന്ന ഫോർച്യൂണർ എൻഡേവർ യൂസ് ചെയ്യുന്നുണ്ടല്ലേ? ഫോർച്യൂണറുണ്ട്, എൻഡേവർ ഉണ്ട്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ബ്രോയുടെ പർപ്പസ് ശരിക്കും ഓഫ് റോഡറാണ്. ശരിക്കും പറഞ്ഞാൽ EV എന്നുള്ള സെഗ്മെന്റിലോട്ട് ഇത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചുകൂടെ IC എഞ്ചിൻ ആണല്ലോ പൊതുവേ. എൻ്റെ കോൺസെപ്റ്റ് അതായിരുന്നു. പക്ഷേ നമുക്ക് എപ്പോഴും ഒരു EV മാത്രം ഉള്ളെങ്കിൽ കഥ എനിക്കറിയില്ല. പക്ഷെ എപ്പോഴും ഒരു 2 വണ്ടി അല്ലെങ്കിൽ നമുക്ക് ഒരു വണ്ടി ഉള്ള ആൾക്ക് എപ്പോഴും ഒരു EV നല്ലതായിരിക്കും. ഞാൻ EVനോട് എതിരായിരുന്നു. പക്ഷെ പിന്നെ എടുക്കാതിരുന്നതിന്റെ കാരണം എന്റെ സൈസ് വെച്ചിട്ട് എനിക്കൊരു വണ്ടി വേണമായിരുന്നു, വലിയ വണ്ടി വേണമായിരുന്നു. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്തത്. പിന്നെ ഇത് വന്നു കഴിഞ്ഞപ്പോ EV എന്നതിനേക്കാൾ ഉപരി ഫീച്ചേഴ്സും അതേപോലെ ലുക്കും പിന്നെ പവറും
ഇതെല്ലാം കൂടെ നമ്മളെ പിന്നെ റിയൽ വീൽ ഡ്രൈവ് ഒക്കെ വന്നപ്പോൾ അല്ലേ റിയൽ ഡ്രൈവ് വരാൻ വേണ്ടി തന്നെ വെയിറ്റ് ചെയ്തതാണ്. വെയിറ്റ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ലെയിൽ സാധനം മാത്രമേ എടുക്കുള്ളൂ. ഫ്രണ്ട് വീൽ ഡ്രൈവിനോട് താല്പര്യമില്ല. ഫ്രണ്ട് വീൽ ഡ്രൈവ് താല്പര്യമില്ല. ശരിക്കും ആ വണ്ടിയുടെ ഇതുകൊണ്ട് മീൻസ് ഫീച്ചേഴ്സ് നോക്കുന്നതുകൊണ്ടാണോ അതോ ഫീച്ചേഴ്സും ഓടിക്കാനും എല്ലാം കൊണ്ട് രസം റിയൽ വീൽ ഡ്രൈവ് ആയിരിക്കും. അത് റിയൽ വീൽ ഡ്രൈവ് ഓടിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഓക്കെ പെർഫോമൻസ് നമുക്ക് ഈവൻ എങ്ങനെ വേണമെങ്കിലും അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും അല്ലേ. ഈവൻ പുതിയ വണ്ടി എടുത്തിട്ട് ചില ഡ്രിഫ്റ്റിംഗ് പരിപാടികളൊക്കെ ഇതെല്ലാം കാഴ്ച വെച്ചതല്ലേ. നമ്മളതിനോട് ചെറിയ വിഷ്വൽസ് ഒക്കെ ആയിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പം XCV90 ഇതിലോട്ട് ഒരു വരവ് എങ്ങനെയായിരുന്നു ആക്ച്വലി? മീൻസ് ഞാൻ താർ റോക്സ് ആണ് ബുക്ക് ചെയ്തത്. ഈ സെയിം ഷോറൂമിൽ തന്നെ റോക്സ് ഇറങ്ങി അന്ന് തന്നെ ബുക്ക് ചെയ്തതാണ്. ഇറങ്ങി ആ ഒരു ഒറ്റ ഇതിൽ തന്നെ ബുക്ക് ചെയ്തതാണ്. പക്ഷെ നമ്മൾ ആ മോശ ഇന്റീരിയർ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ്. അത് ഇപ്പോഴും കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക്. എന്റെ പാർട്ട്ണറാവും ബുക്ക് ചെയ്തിട്ട് ഞാനും അവനും എന്റെ അളിയന്മാരും എല്ലാവരും ബുക്ക് ചെയ്തു. 5 വണ്ടി വീട്ടിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ 5 വണ്ടിയിൽ ആർക്കും കിട്ടിയിട്ടില്ല. എല്ലാവരും മോശം ഇന്റീരിയർ ആണ് ബുക്ക് ചെയ്തത്. അപ്പൊ ഞാൻ മാറ്റി, പിന്നെ ഒരു അളിയും മാറ്റി. അങ്ങനെ അവരൊക്കെ മാറ്റി. ഇപ്പൊ വണ്ടി ഇപ്പൊ ഒരു അളിയനും അവനും മാത്രമേ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോ അവനും കിട്ടിയിട്ടില്ല. എന്റെ 4ാമത്തെ ആയിരുന്നു. ആ ഷോറൂമിൽ 4ാമത്തെ ബുക്കിംഗ് തന്നെയാണ്. അതിപ്പോഴും അങ്ങനെ ബുക്കിംഗ് അവിടെ കിടക്കുന്നുണ്ട്. അതിന്റെ കൂടുതൽ അഡീഷണൽ ഇതിനെയും കൂടെ ബുക്ക് ചെയ്തിട്ടല്ലേ? ഞാനത് മാറ്റി. എന്റെ ഒരു എന്താ പറയാ ഒരു കോൺസെപ്റ്റ് മാറ്റി. കാരണം 4 വീൽ ഡ്രൈവ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, എന്റെ അവിടെ ഉണ്ട്. പിന്നെ താർ റോക്സിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്ന ഈ വണ്ടിയാന്ന് തോന്നുന്നു. അതിനേക്കാളും കുറച്ചുകൂടി പെർഫോമൻസ് ആയിട്ടല്ലേ? പെർഫോമൻസും റൈഡിംഗ് കംഫർട്ടും അതേപോലെ എല്ലാം കൊണ്ടും പഠിച്ചപ്പോ ഈവൻ അതിന് ഓൾമോസ്റ്റ് ഒരു 27-28 ലാക്സ് ആവും. 30+ വരും എനിക്ക് തോന്നുന്നു. ടോപ്പ് വേരിയന്റ് വരുമ്പോൾ ഏറ്റവും ടോപ്പ് വരും. X7 എല്ലാം ബുക്ക് ചെയ്തിരുന്നത്. X7 ലക്ഷറി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഇതിൽ നിന്ന് വലിയ ഡിഫറൻസ് ഇല്ല. പിന്നെ ഈവൻ റേഞ്ചും കാര്യങ്ങളൊക്കെ ഇത് ഫൈൻഡ് ചെയ്തപ്പോ അല്ലേ? എത്ര നാള് എടുത്തു വണ്ടി ഇത് കിട്ടാൻ വേണ്ടിട്ട്? ഞാൻ ഫസ്റ്റ് ബുക്ക് ചെയ്തതാണ് ഷോറൂമില്. ആദ്യത്തെ ബുക്കിംഗ് ഈ കളറ് ബ്ലാക്ക് ആയിരുന്നു എനിക്ക് ഇഷ്ടം. പക്ഷേ ഈ കളറാണ് ആദ്യം വന്ന ലോട്ടിലുള്ള വണ്ടി. അത് ആദ്യം വന്ന 9 വണ്ടിയിൽ. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നത് അവർക്ക് ഈ ആദ്യത്തെ ബാച്ച് വന്ന വണ്ടികൾക്ക് എന്തോ സോഫ്റ്റ്വെയർ ഇഷ്യൂ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഡിലേ ആക്കി. അങ്ങനെ എനിക്ക് എല്ലാവർക്കും കിട്ടിയൊരു 4 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് വണ്ടി കിട്ടിയതല്ലേ? ഓക്കെ ഡെലിവറി ഇച്ചിരി ലേറ്റ് ആയി പോയി അപ്ഡേഷന്റെ ഭാഗമായിട്ട്. അതായത് ടാക്സ് ഒക്കെ ആദ്യമേ അടച്ചു കംപ്ലീറ്റ് വണ്ടി ഫുൾ പൈസ കൊടുത്തിട്ട് എനിക്ക് ഒരു 1 വീക്കിന് ഒരു 2 വീക്സിന് അടുത്ത് വെയിറ്റ് വേണ്ടി വന്നു. അതായത് ഈവൻ നമ്മൾ ടെമ്പററി ചെയ്ത് ഇൻഷുറൻസ് ചെയ്ത് ടാക്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കൂടെ ഒരാഴ്ച വെയിറ്റ് ചെയ്തു. അതിപ്പോൾ മഹീന്ദ്രയുടെ ഒഫീഷ്യലി പറയുന്നുണ്ടായിരുന്നു ഒരു വണ്ടി അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ദിവസം വരെ അപ്ഡേഷന് വേണ്ടി ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അത്രയും ഡിലേ വരുന്നുണ്ടായിരുന്നു. ഇത് ആദ്യമേ പ്ലാൻ ചെയ്ത് വന്ന വണ്ടികളത്. അതെ, ആദ്യത്തെ ബാച്ചിൽ. അത് കഴിഞ്ഞിട്ട് വന്ന വണ്ടികൾക്ക് ആ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ചെറിയ ബഗിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ പറയുവാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 2000 കിലോമീറ്റർ കഴിഞ്ഞല്ലേ? 2000 കിലോമീറ്ററിനടുത്തായി. എങ്ങനെയുണ്ട് വണ്ടി? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് യൂസ് ചെയ്തിടത്തോളം വണ്ടി ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അതിപ്പോ ഏത് വണ്ടിയാലും നമ്മൾ ഇറങ്ങുന്ന വണ്ടികൾക്ക് എന്തായാലും നമ്മൾ വിചാരിച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ. ആ ഒരു കൺസേൺ കണ്ടു കഴിഞ്ഞാൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല അല്ലേ? ഇവന്റെ പെർഫോമൻസ്, പവർ, സേഫ്റ്റി, കൺസേൺ, ഫീച്ചേഴ്സ് അങ്ങനെയൊക്കെ നമ്മൾ ബോധേഡായി കഴിഞ്ഞാൽ കംഫർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ വണ്ടി യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും നമ്മളൊരു പ്രീമിയം കാറിൽ യാത്ര ചെയ്യുന്ന അതേ ഫീൽ കിട്ടും. കാരണം നല്ല വൈഡ് ആയിട്ടുള്ള സീറ്റാണ്. സസ്പെൻഷൻ, ഫയലിംഗ് സസ്പെൻഷൻ അറിയാലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 19 ഇഞ്ച് വീൽസ് എല്ലാം കൊണ്ടും വണ്ടി അടിപൊളിയാണ്. പിന്നെ ഈ പറഞ്ഞ സൗണ്ട് സിസ്റ്റം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടലാണ് കേട്ടോ. നമ്മളിപ്പോ അഡീഷണലി സബ്ബൊക്കെ വെച്ച് ചെയ്യുന്ന സിസ്റ്റം അവിടെ 7.1 അറ്റ്മോസ് ഒക്കെയാണല്ലേ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ സ്ക്രീൻ തന്നെ അതിനൊരു അതിന്റെ ഇപ്പൊ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് അതൊക്കെ ഓൺ ആക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട്. വേറെ ചാർജ് ഇറങ്ങിപ്പോലും ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ 500 റേഞ്ച് കാണിച്ചു, 550 റേഞ്ച് കാണിച്ചു. നമ്മൾ കുറച്ചു നേരം ഐഡിയലായിട്ട് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറയും EV ചാർജ് കുറയില്ലാന്ന്. പക്ഷെ ഇതിൽ നന്നായിട്ട് കുറയും. ഓക്കെ, അത് പർട്ടിക്കുലർ റീസൺ കൊണ്ടാണോ അതോ എല്ലാ ഫീച്ചേഴ്സും ഫീച്ചേഴ്സ് ലോഡ് ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഇനിയിപ്പോ എല്ലാ അപ്ഡേഷൻ കഴിഞ്ഞാൽ റെഡി ആവുമെന്ന് എനിക്കറിയില്ല. സീറ്റ് നമ്മുടെ വെന്റിലേറ്റർ സീറ്റും ബാക്കിലും എല്ലാം വരുമല്ലോ അല്ലേ? അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണോ? അങ്ങനെ ഇപ്പം ബ്രോഡ് ഒരു ഫസ്റ്റ് ഇതിലത് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് കൺട്രോൾ AC ഓഫ് ആക്കിയിട്ട് ഓടിച്ചാൽ ഒരു 20% കൂടുതൽ കിട്ടും എന്നാണ് എനിക്കൊരു തോന്നുന്നത്. കാരണം ഇതിൽ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ലോങ് ഓടിക്കുമ്പോൾ ഏകദേശം ആക്യുറേറ്റ് ആണ് ഇപ്പൊ കാണിക്കുന്ന. എന്നാലും ഒരു മോസ്റ്റ് പ്രോബബിളി
ഇപ്പം ലോങ് പോവുകയാണെങ്കിലും ഒരു നമ്മുടെ സിറ്റി റൈഡിലും ഒരു ഓൾമോസ്റ്റ് എത്ര കിലോമീറ്റർ റേഞ്ചിന് സാധ്യത? എനിക്ക് ഇവിടെ നമ്മളിപ്പോൾ കുറച്ച് ഐഡിയലായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നോർമൽ ഡ്രൈവിൽ ഇപ്പൊ റേഞ്ചിലിട്ട് ഓടിക്കുകയാണെങ്കിൽ 400+ കിട്ടും. 400+. ലോങ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മളൊരു ക്രൂസ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഒരു 100-ന് താഴെ ആ റേഞ്ചിൽ പിടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 500-ന്റെ അടുത്ത് കിട്ടും. 500 കിട്ടും, ഷുവറായിട്ട് കിട്ടും. ഈ പറഞ്ഞ ഒത്തിരി ആൾക്കാർ ഇപ്പൊ ഇതിനെ ഫുള്ള് ഓടിച്ചു നോക്കിയില്ല. കാരണം വെച്ചാൽ ഞാനൊരു 50 ആകുമ്പോഴേക്കും ചാർജ് ചെയ്യാൻ ഇടാറുണ്ട്. കാരണം അപ്പോഴേക്കും ആവാറുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ലോക്കൽ ഓടുമ്പോൾ അതിന്റെ അനുസരിച്ചുള്ള യൂട്ടിലൈസേഷൻ വരുന്നില്ല എന്നുള്ളതാണ് അല്ലേ? ബാറ്ററി ട്രെയിനിങ് വരുന്നില്ല എന്നുള്ള, അതായത് റീജനറേഷൻ വരുന്നില്ലല്ലോ. ഇല്ല അതും കൂടി വന്നാലല്ലേ കറക്റ്റ് അറിയാൻ പറ്റും, റീച്ച് അറിയാൻ പറ്റുള്ളൂ. അതിപ്പോൾ നമ്മൾ ലോങ് പോയി കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ സിറ്റി റൈഡിലൊക്കെ ഇവനെ കൊണ്ടുനടക്കാൻ പാടുന്ന കാര്യം ഇത്ര വലിയൊരു കൂപ്പ ഡിസൈനാണ്. എന്റെ വണ്ടികൾ ഏതാണെന്ന് അറിയാലോ. ഇത് ആരോടാ കുട്ടിരാമ ചോദിക്കുന്നത്? നമുക്ക് എൻഡേവറും ഫോർച്യൂണർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു വിഷയമല്ല. ചെറിയൊരു വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോ അതൊരു പ്രശ്നമായിരിക്കും. ഓക്കെ. അപ്പോൾ ഫോർച്യൂണർ എൻഡവർ യൂസ് ചെയ്യുന്ന ഒരു വണ്ടി യൂസർക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. വേറെ ഒന്നുമല്ല, ബോഡി റോൾ. ഇല്ല, ഒരിക്കലും ഇല്ല. ഒരിക്കലും എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ വീഡിയോ എടുത്ത വഴിയില്ലേ, ആ വഴി 130 വരെ നമുക്ക് പിടിക്കാം വണ്ടി. ഞാൻ ഈ ലാസ്റ്റ് ഒന്ന് ട്രൈ നോക്കി. നിസ്സാരമൊന്നുമല്ല കേട്ടോ. അല്ല, നമുക്ക് ആ ഒരു നമ്മളെ ഒരു എന്ത് കിട്ടിയാലും നമ്മൾക്ക് ഇങ്ങനത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടിയ ട്രൈ ചെയ്തൊക്കെ. അതുകൊണ്ട് റേസ് മോഡ് ഇട്ടിട്ട് അത്യാവശ്യം, അതായത് രാത്രി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു 120 പോയി കുഴപ്പമില്ലാണ്ട് കൺട്രോൾ ചെയ്ത് കിട്ടും. പവർ ഡെലിവറി എങ്ങനെയുണ്ട്? ഷിഫ്റ്റിംഗ് ആണോ? ഡ്രൈവ് ആണ്. കാരണം അത് അറിയാത്തവൻ ഇത് കയറി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി കയ്യിൽ നിന്ന് പോകും അല്ലേ? അതൊരു മെയിൻ ഐറ്റം ആണല്ലേ? അതെ. ശ്രദ്ധിക്കണം നന്നായിട്ട്. ഓവർ പവർ വണ്ടിക്ക് 280 bhp വണ്ടിയുണ്ട്. അപ്പൊ അത് നോക്കുമ്പോ അറിയാലോ, കൺട്രോൾ ചെയ്ത് മനക്കരുത്ത് വേണല്ലേ? മനക്കരുത്ത് മാത്രല്ല, കുറച്ച് ഇതിനെ പറ്റി ഒന്ന് അറിഞ്ഞാൽ മതി. വണ്ടിനെ പറ്റി അറിഞ്ഞാൽ ആർക്കും ഓടിക്കും. ശരിക്കും ഈവൻ പുതിയൊരു വണ്ടി എടുത്തിട്ട് ഇപ്പം ഒരു ആക്സിഡന്റ് ആയിട്ട് ടോട്ടൽ ലോസിന് എടുത്ത് ഏതായാലും അതിപ്പോ ഏത് വണ്ടിയായാലും ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ നമ്മുടെ ഫെറാറി ഇപ്പൊ അവിടെ ഇടിച്ചില്ല. അതിപ്പോ ഏത് വണ്ടിയായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഈവൻ എനിക്ക് തന്നെ കുറെ പേര് അയച്ചു തന്നു ആ വീഡിയോ. ഞാൻ പറഞ്ഞ വണ്ടിയെ ഇടിക്കും. ഇഞ്ചുറി ഉണ്ടാതിരിക്കാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അത്ര ഇടിച്ചിട്ട് വണ്ടിക്ക് അകത്തേക്ക് ഒരു ഇമ്പാക്ട് ഇല്ല. ബിൽറ്റ് ക്വാളിറ്റി ഒക്കെ പ്രൂവൺ ടെക്നോളജി ആണല്ലേ? ഇപ്പം നമ്മുടെ വണ്ടി ഇപ്പം XC90 ആണെങ്കിൽ പോലും 60 ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് നമ്മുടെ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ, ഒന്ന് സൗണ്ട് സിസ്റ്റം. അതിനകത്ത് ഒരു എതിരഭിപ്രായം ഇല്ലല്ലേ? ഇല്ല. പിന്നെ ഓട്ടോ പാർക്ക് അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഓട്ടോ പാർക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഒന്ന് പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഓട്ടോ പാർക്ക് അടിപൊളിയായിരിക്കും. പിന്നെ ഇപ്പൊ പറയാനാണെങ്കിൽ പവർ അത്യാവശ്യം നമുക്ക് 280 bhp അടിപൊളിയാണ്. ഇപ്പൊ നമുക്ക് സീലയണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ 380 സംതിങ് അല്ല. അപ്പൊ ഞാൻ ഇത് 280 ആണെങ്കിൽ അത് 380 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്റെ അവസ്ഥ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ ഉണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ ഫ്രണ്ട് ഇതുണ്ടല്ലോ, സ്പേസ് ഉണ്ടല്ലോ, ഡിക്കി വഴി യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ്. നമ്മൾ അതെ, നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇപ്പൊ പറഞ്ഞ ഇറച്ചി മീൻ സാധനങ്ങളൊക്കെ സ്മെല്ലകത്തേക്ക് വരില്ല. അതൊരു അടിപൊളി ഒരു ഫീച്ചറാണ്. പിന്നെ ഒരു കുറെ ബീർ വയ്ക്കാം, തണുപ്പിക്കാം. അതെ, കുറെ കാര്യങ്ങളുണ്ട്. അത് അടിപൊളി ഒരു സാധനമാണ്. നമ്മുടെ വണ്ടിയിലത്തെ സ്മെല്ല് വരില്ല. ബൂട്ട് സ്പേസ് ഓക്കെ. ബൂട്ട് സ്പേസ് നമുക്കിപ്പോ എൻഡേവറിലത്തെ കൂടുതലുണ്ട്. എൻഡേവറിന്റെ അത്ര ഒന്നും ഇല്ലല്ലോ ഇത്രയും. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലും ഒരു അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത് അതാണ്. ബൂട്ട് സ്പേസ് നമുക്ക് വലിയ വണ്ടി യൂസ് ചെയ്യുന്ന കാരണം നമുക്ക് വലിയ പ്രത്യേകമായിട്ട് തോന്നില്ല. പക്ഷെ ഇത് അടിപൊളിയാണ്. ശരിക്കും ഇവിടെ എൻഡറിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ അത് ചോക്കിയായിരിക്കുന്നത് ഭയങ്കര മോശമാണെന്ന് ബ്രോ ഫോർച്യൂണർ യൂസ് ചെയ്യുന്നു. ഇവിടെ എല്ലാവരും ഫാൻസിനോടുള്ള ചോദ്യമാണ്. ഫോർച്യൂണർ ഫാൻസുണ്ട്, എൻഡോർ ഫാൻസുണ്ട്. ഇവിടെ എന്റെ കൂടെ നിൽക്കുന്ന രണ്ടുപേരും, ഒരാൾ ഫോർച്യൂണർ, ഒരാൾ എൻഡോർ ഫാനുമാണ്. അപ്പൊ ഞാൻ ബ്രോയോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഫോർച്യൂണർ ഓർ എൻഡോർ? ഓഫ് കോഴ്സ് എൻഡോർ. എൻഡോർ എന്ന് വെച്ചാൽ ലോട്ട് ഓഫ് കാര്യങ്ങളുണ്ട്. ഒന്ന് പവർ, റൈഡിങ് കംഫർട്ട്, പിന്നെ ഒന്ന് ഫീച്ചേഴ്സ്, പിന്നെ എന്താ പറയാ, എൻഡേവറും ഫോർച്യൂണറും കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയരുത്. ഞാന് എന്റെ എൻഡേവർ എനിക്ക് തോന്നുന്നു 190 എബോ ആയി, അതായത് കിലോമീറ്റർ ആയി, 1,90,000 മേലെ. അതെ. ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല ഫോർച്യൂണർ എടുക്കണത്. ശരിക്കും പറഞ്ഞാൽ എൻഡേവർ തന്നെയാണ് ഫുൾ ജേർണി. ഇപ്പൊ അതേ പാരലലി ഫോർച്യൂണർ കിലോമീറ്റർ
ഫോർച്യൂണർ ഇപ്പൊ എടുത്തിട്ട് ഇപ്പൊ 7 മാസമായി. എടുക്കാറില്ല എനിക്ക്. അല്ല, ഞാൻ എടുക്കാൻ 7 മാസമായി പുതിയ വണ്ടി. അത് 7 മാസമായിട്ട് അത് 16,000 കിലോമീറ്റർ ആയി. അതും കൂടുതലും ഫാദർ യൂസ് ചെയ്യുന്നത്. പുള്ളി മറ്റേ ടൊയോട്ട ഫാനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ പൈസക്ക് പോകത്തല്ല വണ്ടി. ഇപ്പൊ ഞാൻ എടുത്ത് 50 lakhs എടുത്തായി. ഒരു കാര്യമില്ല, ആ പൈസക്കുള്ള വണ്ടിയില്ല. പിന്നെ വണ്ടി റിലയബിൾ ആണ്, വണ്ടി അടിപൊളിയാണ്. പക്ഷെ രണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും എൻഡേവർ ആണ്. അതായത് ഇപ്പോഴും 2019 വണ്ടിയുണ്ട്, അതിലുള്ള ഒരു സാധനങ്ങൾ പോലും ഇപ്പോഴും ആ വണ്ടിയിലില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും എൻഡേവർ തന്നെയാണ്. പിന്നെ ഓടിക്കാൻ സുഖം എപ്പോഴും എൻഡേവർ ആണ്. ബോഡി റോളില്ല, ബോഡി റോള് ഭയങ്കര കുറവാണ് എൻഡേവർ. കൂടുതൽ ഫോർച്യൂണറിനാണ്. എൻഡേവറിൽ നമുക്ക് വേണ്ട ചെറിയ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം. അതായത് ഒരു അയൺമാൻ്റെ ഫോംസെൽ പ്രോ എന്ന സസ്പെൻഷൻ ഇട്ടിട്ടുണ്ട്. അത് ഈ പറഞ്ഞ റൈഡിങ് കംഫർട്ടും അതേപോലെ തന്നെ സ്റ്റെബിലിറ്റിക്കും വേണ്ടി തന്നെ. പിന്നെ ഒരു വീൽസ് റെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ 80 ടയർ, ബീഫ് കുടസിന്റെ 80 ടയറാണ്. പിന്നെ ചെറിയൊരു ടൂൺ മാത്രം, ഒരു ടൂൺ മാത്രം. അത് മതി ഒരു വണ്ടി സാധാരണ കൊണ്ടുനടക്കാൻ. അത് മതി. അല്ലെങ്കിൽ പറഞ്ഞ പോലെ അറിയാലോ, നമുക്ക് ഓഫ് റോഡ് പോകാൻ ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും നല്ല ഇതാണ് ഇങ്ങനെ ഓടിക്കാനും. അത്യാവശ്യം SUV ട്രാക്കുകളിലും അതേപോലെ തന്നെ ചെറിയ ആവശ്യങ്ങൾക്ക്, പൊളിക്കാനുള്ള യൂസ് ചെയ്തിട്ടില്ല. അതെ, നമുക്ക് എപ്പോഴും ഇത്രയും ഓടിക്കേണ്ട കാരണം ലോങ് ഒക്കെ പോകേണ്ട കാരണം നമ്മൾ അങ്ങനെ പൊളിക്കില്ല. ശരിക്കും ഈ 1,00,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ടൊയോട്ടയ്ക്ക് മാത്രം സ്വന്തമല്ലേ? എനിക്ക് സർവീസ് കോസ്റ്റ് പറയാലോ. ഫോർച്യൂണറിന് 14,000 15,000 ആയിരുന്നു. ഈ വണ്ടിക്ക് 7,000 8,000 വരുള്ളൂ. എനിക്ക് ഇതിലായിട്ട് ഒന്നും മാറ്റേണ്ട, ദൈവസഹായിച്ച് ഒന്നും മാറ്റേണ്ട വന്നിട്ടില്ല. വണ്ടി സർവീസ് മാത്രമേ ഉള്ളൂ വന്നിട്ടുള്ളൂ. ഒന്നുമില്ല, ഒരു മാറ്റവും ഇല്ല. ഈ പറഞ്ഞ ഒരു കുറച്ച് ഓയിൽസും ഡിഫറൻഷ്യൽ ഓയിൽ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ 20,000 വരും. മേജർ സർവീസ് വരുമ്പോൾ 18 ഒക്കെ വരും. അല്ലാണ്ട് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഫോർച്യൂണർ ആണെങ്കിൽ പോലും ഇപ്പം 1 lakh ഒക്കെ കുറച്ചുകൂടെ ഭയങ്കര പ്രൈസ് വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻഡവർ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി തന്നെയാണല്ലേ. ആൾക്കാർക്ക് പോയതിന്റെ ഒരു പേടി മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എൻഡവറിന്റെ പതനമാണ്, അല്ലെങ്കിൽ എൻഡവർ തിരിച്ചു പോയതാണ് ഈ ഫോർച്യൂണർ ഡിമാൻഡ്. അതായത് ഫോർച്യൂണറിന് വേറെ ഇപ്പൊ പറയാൻ വേറെ ആ കാറ്റഗറിയിൽ വേറെ വണ്ടിയില്ല. അതുകൊണ്ടാണ് ഈ വണ്ടി ഇത്ര ഇറങ്ങണമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അതെ. അപ്പൊ അങ്ങനെ കുറച്ച് ഞങ്ങൾ അങ്ങ് കാട് കയറി എൻഡവർ ഫോർച്യൂണർ അങ്ങ് വന്നപ്പോൾ അങ്ങ് കയറി പോയി. ഇപ്പം ഇതിനെ ഒരു ജസ്റ്റ് ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞാണ്, ഓരോ പെർസ്പെക്റ്റീവ് ആണല്ലോ ഇതെല്ലാം. ചിലർക്ക് പറഞ്ഞില്ലേ, ഇപ്പൊ അപ്പന് ഫോർച്യൂണർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പലർക്കും അങ്ങനെ ആയിരിക്കും, ഡിപ്പെൻസ് അല്ലേ. ഓക്കെ, അപ്പം ബാക്ക് ടു എഗെയിൻ നമ്മുടെ SUV നെയ്നി. അപ്പോൾ ഇതിനോട്ട് വരുമ്പോഴത്തേനുമാണെങ്കിൽ പിന്നെ ബാക്കി ഇപ്പം ഫീച്ചേഴ്സ് വൈസ് ഓക്കെയാണ്. യാത്രാ സുഖം, ബാക്ക് സീറ്റ് യാത്ര എങ്ങനെയാണ്? ഞാൻ യാത്ര ചെയ്ത് നോക്കിയിട്ടില്ല. യാത്ര ചെയ്ത് നോക്കിയാൽ എല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞത്. കാര്യങ്ങളൊക്കെ എല്ലാം ബാക്കി. പിന്നെ നമ്മൾ ഈ റേസ് മോഡലൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ നമ്മളെ വണ്ടിയിൽ ഇരിക്കുന്നവർക്ക് ഇത്തിരി കംഫർട്ട് കുറവായിരിക്കും. ഓടിക്കുന്നവർക്ക് അടിപൊളിയായിരിക്കും, ഇരിക്കുന്നവർക്ക് കംഫർട്ട് ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് വണ്ടി ഇങ്ങനെ കിടന്ന് ബാക്കോട്ട് നമ്മളൊരു ആ ഒരു പോർഷനിൽ ബാക്കോട്ട് പോകും. കൺവീനിയന്റ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ ഏത് ഡ്രൈവാണ് പ്രിഫർ ചെയ്യുക? ഓഫ്കോഴ്സ് റേഞ്ച് തന്നെ. ഡിഫോൾട്ട് മോഡൽ ഇട്ടാൽ മതി. ഡിഫോൾട്ട് മോഡൽ ഇട്ട് കഴിഞ്ഞാൽ അത് റേഞ്ചിലേക്ക് പോകും. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇത് കിട്ടുന്നത് നമുക്ക്. അത് മതി നമുക്ക് ഈ റോഡിൽ ഓടിക്കാൻ അത്യാവശ്യം മതി. ഇനി അങ്ങനെ വരാണെങ്കിൽ തന്നെ ഒരു ബൂസ്റ്റ് മോഡ് ഉണ്ടല്ലോ. നമ്മൾ പണ്ടത്തെ വണ്ടികളെ നൈട്രോ മോഡ് എന്നൊക്കെ പറയും. ആ സാധനം ഇട്ട് കഴിഞ്ഞാൽ വണ്ടി 10 സെക്കൻഡിലേക്ക് വണ്ടി റേസ് മോഡിലേക്ക് പോകും. അത്രയും പവർ ആയിരിക്കും. അപ്പോൾ ഓവറോൾ നമ്മുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറയുവാണെങ്കിൽ 2000 കിലോമീറ്റർ ജേർണിയിൽ പ്രോസ് ആൻഡ് കോൺസ്. പ്രോസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഇനി നെഗറ്റീവ്സ് എന്തെങ്കിലും പറയാൻ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇത്ര നാളത്തെ? എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ഇതാണ്. അതായത് നമ്മളെ ബാക്കി എല്ലാ ഫീച്ചറും അവർ കൊടുത്തു. നമ്മൾ ബാക്കി നമ്മുടെ എൻഡവറിൽ 2015 പോളോയിൽ വരെ ഉണ്ടായിരുന്നുണ്ട്. പോളോയിൽ വരെ നമ്മുടെ ഈ പവർ വിൻഡോ ഉണ്ടല്ലോ. പവർ വിൻഡോ നമുക്ക് വൺ ടച്ച് പവർ വിൻഡോ ഉണ്ടല്ലോ. ഇതിലില്ല, അത് ഇല്ല. ആകെ ഡ്രൈവർ സീറ്റ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെ, എന്തിനാ 10 ലക്ഷം രൂപയുടെ പോളോയിലുണ്ട്. അന്നത്തെ 10 ലക്ഷം രൂപയുടെ പോളോയിലുണ്ട്. ഫോർച്യൂണറിലില്ല, അത് വേറെ. അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നില്ലേ? അല്ല, അതൊന്നും വലിയ ഈവൻ കോസ്റ്റ് വരുന്ന കാര്യങ്ങളല്ല. അതെ, പിന്നെ എനിക്ക് പറ്റണത് ഈ സീറ്റ്. എന്തിനാ വൈറ്റ് കൊടുത്തതെന്ന് മനസ്സിലായില്ല. ഇത്രയും നല്ല വണ്ടിക്ക് വൈറ്റിന്റെ ആവശ്യമുണ്ടോ? എന്ത് പ്രീമിയം? വൈറ്റിൽ ബ്ലാക്ക് ഉള്ള എന്തോരം വണ്ടികളുണ്ട്. എത്ര വണ്ടിയുള്ള ബ്ലാക്ക് ഉള്ളത്? ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണല്ലേ.
ആ വൈറ്റ് ഓഫ് കോഴ്സ് ചെളിയായി. എനിക്കിപ്പോൾ ഏറ്റവും വലിയ വർഷം ഞങ്ങളൊരു ഓഫ് റോഡ് പരിപാടിക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് കാരണം ഞങ്ങൾ പറഞ്ഞത് മറ്റേ ചെളി എന്ന് പറഞ്ഞാൽ അമ്മാര് ചെളിയായിട്ടായിരിക്കും ഇതാണത്. ഓക്കെ. ആ നമുക്ക് സബ് വണ്ടി ഇതായിട്ട് എടുത്തോണ്ട് പോകാനും പറ്റില്ല. അതെ അതെ. വേറെ എന്തെങ്കിലും നെഗറ്റീവ്സ് വല്ലതും ഫീൽ ചെയ്തിട്ടുണ്ടോ? കാര്യം ഇപ്പോൾ എടുത്ത സമയത്ത് ഒത്തിരി ആൾക്കാർ ഈ ബഗ്സിന്റെ കാര്യങ്ങൾ കുറേ പറഞ്ഞായിരുന്നു. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ചിലപ്പം ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ബഗ്സ് കൊണ്ടുവരുന്ന ടാറ്റ നെക്സോൺ, ടാറ്റ കർവിലൊക്കെ ഭയങ്കര ബഗ്സ് ഇതിലുണ്ട്. അതായത് ഇത്രയും സോഫ്റ്റ്വെയറിൽ ഓർഡർ വണ്ടികളല്ലേ, ഓഫ് കോഴ്സ് ഇതിലുണ്ട്. ഈ പറഞ്ഞ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൺ ഫോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടല്ലോ, അതിലാണ് ഈ പറഞ്ഞ എന്റർടൈൻ ചാനലൊക്കെ. അതിൽ നമ്മൾ യൂട്യൂബ് എടുത്തൊരു ക്ലിക്ക് ചെയ്ത് 4 പ്രാവശ്യം എടുക്കും ചിലപ്പോൾ വരാനായിട്ട്. ചിലപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ അപ്പം തന്നെ വരും. ചിലപ്പോൾ ഒരു 10 പ്രാവശ്യം ചെയ്യുമ്പോൾ 1 പ്രാവശ്യം ചിലപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കാർപ്ലേ വന്നിട്ടില്ല. അത് വരും എന്നാ പറയണേ. അതേപോലെ തന്നെ നമ്മുടെ ഓട്ടോ റിവേഴ്സ് ഉണ്ട്, ആ ഓപ്ഷൻ വന്നിട്ടില്ല. പിന്നെ നമ്മുടെ കീല് മറ്റു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ടും ബാക്കും മൂവ് ചെയ്യാൻ പറ്റുന്ന പരിപാടി. പാൽ പാർക്കിംഗ് അല്ല, വണ്ടി മൂവ് ചെയ്യാനായിട്ടുള്ളത്. അതും ആയിട്ടില്ല ഇതില്. എനിക്കറിയില്ല അത് എന്താന്നല്ല, ഞാൻ ഫസ്റ്റ് സർവീസ് ചിലപ്പോൾ കാണിക്കാനുള്ള ഇതാണ്. പിന്നെ ഓടിക്കുമ്പോൾ ഇതിലായിട്ടും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അടിപൊളി സ്റ്റെബിലിറ്റി. ഞാൻ പറഞ്ഞില്ലേ, ഫൈലിംഗ് സസ്പെൻഷന്റെ ഒരു അത് ഇതിൽ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. ട്രാവൽ ചെയ്യാനും അതേപോലെ കോർണർ ചെയ്യാനും ഒക്കെ അടിപൊളിയാണ്. ടേണിംഗ് റേഡിയസ് അടിപൊളിയാണ്. ഈസി ആയിട്ട് ഇത് ചെയ്യാം, കൺട്രോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ്സ് കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം നമുക്ക് പറയാനുള്ളൂ. അതെ, കുറച്ച് നെഗറ്റീവ്സ് ഉള്ളൂ. അങ്ങനെ വേറെ പറയത്ത്. പിന്നെ ഒരു ബോട്ടിൽ വയ്ക്കണമെങ്കിൽ വേറെ സെൻട്രൽ സ്ഥലമൊന്നും ഇല്ലെന്നുണ്ട്. വേറെ ഒന്നും ചെറിയ കാര്യങ്ങൾ. ശരി, പക്ഷേ അതൊന്നും ചെറിയ കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല. അതൊക്കെ മൈന്യൂട്ട് കാര്യങ്ങളാണ്. പിന്നെ ഡിസൈൻ ചെയ്ത ആളെന്ന് പറഞ്ഞാൽ തലയുള്ള ആളാണ്. പുള്ളിയുടെ ഡിസൈൻ ഒക്കെ വേറെ ലെവൽ സാധനങ്ങളാണ്, ഒരു രക്ഷയില്ല. ഒക്കെയാണ്. അപ്പം നമ്മളിവിടെ കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ഓഫ് കോഴ്സ് ഇതൊരു എന്തുകൊണ്ടും ഈ വണ്ടിയുടെ ഒരു 99.999% കാര്യങ്ങളും പറയാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു യൂസറിനെ തന്നെയാണ് നമുക്ക് കിട്ടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗ്യം കൂടിയാണ്. കാര്യം ഓഫ് റോഡിൽ ഇത്രയേറെ മികവ് കാണിച്ച, അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ഒരു 10 കൊല്ലത്തോളം ഓഫ് റോഡിൻ്റെ രംഗത്ത് തന്നെ നിൽക്കുന്ന നിഖിൽ ബ്രോയാണ്. അപ്പോൾ എന്നാണെങ്കിൽ നമുക്കൊരു യൂസർ റിവ്യൂ ചോദിച്ചപ്പോൾ തന്നെ നിഖിൽ ബ്രോ ഓക്കെ പറഞ്ഞു. എന്നാൽ നിഖിൽ ബ്രോ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഇതിനകത്ത് പറയണത് തന്നെ ചെയ്യണം. എന്നാണെങ്കിലും ബ്രോ ഇനിയും ഉയരങ്ങളിലേക്ക് ഓഫ് റോഡിൻ്റെ കയറി വരട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബ്രോ സ്പെഷ്യൽ താങ്ക്സ് അപ്പോൾ.